ഹരിയോ 58-ാമത്തെ സ്തുതി. ഗോവർദ്ധന ഉദ്ധാരണം. ഒരു ദിവസം നന്ദഗോപനും മറ്റു ഗോപന്മാരും കൂടി ദേവേന്ദ്ര പൂജക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നത് കണ്ട് എല്ലാം അറിയുന്നവനെങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ കൃഷ്ണൻ ഗോവൃദ്ധന്മാരോട് ചോദിച്ചു, ഈ പരിശ്രമമൊക്കെ എന്തിനാണ്? യാഗം ആർക്കാണ്? ഇതിൻ്റെ ഫലം എന്താണ്? എന്തെല്ലാം ദ്രവ്യങ്ങളാണ് അതിന് വേണ്ടത്? ഈ കാര്യത്തിന് നിങ്ങൾക്കൊക്കെ നല്ല ഉന്മേഷം കാണുന്നുണ്ട്. അതിൻ്റെ കാരണവും പറയുക. നന്ദൻ പറഞ്ഞു, ഇതെല്ലാം ഇന്ദ്രയാഗം നടത്താനാണ്. നാം പശുക്കളെ കൊണ്ട് ജീവിതം നയിക്കുന്നവരല്ലേ. ദേവേന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്. മഴ പെയ്തില്ലെങ്കിൽ പുല്ലും വെള്ളവും ശരിയായി കിട്ടുകയില്ല. അതിനാൽ ഇന്ദ്രനെ പ്രസാദിപ്പിക്കുവാനാണ് ഈ യജ്ഞം. ഈ യാഗം അനാവശ്യമാണെന്ന് ഭഗവാൻ യുക്തിപൂർവ്വം സമർത്ഥിച്ച് എല്ലാ വർഷവും യാഗം ചെയ്തിട്ട് നമ്മൾ ദേവേന്ദ്രനെ കണ്ടിട്ടുണ്ടോ? പർവ്വത സാമീപ്യം, ധാരാളം കാടുകൾ, അനുകൂല കാലാവസ്ഥ മുതലായവയാണ് മഴയ്ക്ക് കാരണം. ഗോകുലത്തിൽ മഴ പെയ്യാൻ കാരണം ഗോവർദ്ധന പർവ്വതമാണ്. അതിനാൽ യാഗം ഗോവർദ്ധനത്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടത്. മഴ പെയ്യുന്നതിൽ ഇന്ദ്രൻ ഒരു പങ്കും വഹിക്കുന്നില്ല. പർവ്വതയാഗത്തിന് ഒരുക്കേണ്ട സാധനങ്ങൾ പായസവും പലതരം പലഹാരങ്ങളുമാണ്. ഇപ്പോൾ സംഭരിച്ച ഈ ദ്രവ്യങ്ങൾ കൊണ്ടുതന്നെ പശുക്കൾക്കും ബ്രാഹ്മണർക്കും ഭൂമിക്കുമായി യാഗം ചെയ്യുക. ബ്രാഹ്മണർ അഗ്നികൾ ജ്വലിപ്പിക്കട്ടെ. അവർക്കായി ഭക്ഷണം കൊടുത്തിട്ട് ഗോക്കളെയും ദക്ഷിണയും കൊടുക്കണം. ഭക്ഷണം എല്ലാ ജന്തുക്കൾക്കും കൊടുക്കണം. പശുക്കൾക്ക് പച്ചപ്പുൽ കൊടുക്കണം. പായസവും പലഹാരവുമായി പർവ്വതത്തെ പൂജിക്കണം. നമ്മളെല്ലാം നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഗോക്കളെയും ബ്രാഹ്മണരെയും ഈ പർവ്വതത്തെയും പ്രദക്ഷിണം വെക്കണം. ഇത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആചരിക്കുക. ദേവേന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ ഉദ്ദേശിച്ച് ഭഗവാൻ പറഞ്ഞതു കേട്ട് അവർ ഇന്ദ്രയാഗത്തിന് സംഭരിച്ച സാധനങ്ങളെല്ലാം പുണ്യാഹം ചെയ്ത് ശുദ്ധമാക്കി ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്തു. പശുക്കൾക്ക് വേണ്ടുവോളം പുല്ല് കൊടുത്ത് പർവ്വതത്തിന് നൈവേദ്യം സമർപ്പിച്ചു. ഗോപസ്ത്രീകൾ നല്ല വസ്ത്രം ധരിച്ച് ഭഗവത് മഹാത്മ്യത്തെ ഗാനം ചെയ്തു. ഭഗവാൻ പർവ്വത രൂപത്തിൽ നിന്നിട്ട് പർവ്വതത്തിന് നൽകിയ ബലി മുഴുവൻ ഭക്ഷിച്ചു. ഗോവർദ്ധനൻ തന്നെ വന്ന് നമ്മുടെ പൂജ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് ഗോപന്മാർ പർവ്വതത്തെയും ഭഗവാനെയും നമസ്കരിച്ചു. തൻ്റെ യാഗം മുടക്കിയത് കൃഷ്ണനാണെന്നും ആശ്രിതന്മാരായ ഗോപാലന്മാരാണെന്നും മനസ്സിലാക്കി ഇന്ദ്രൻ വളരെ കോപിച്ചു. കൃഷ്ണൻ ആരെന്നറിഞ്ഞിട്ടും അഹങ്കാരിയായ ഇന്ദ്രൻ ഭഗവാനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നിന്ദിച്ചു. ഇന്ദ്രൻ്റെ കൽപ്പനയാൽ മേഘങ്ങൾ ധാരമുറിയാതെ വർഷിച്ച് ഗോകുലം വെള്ളത്തിൽ മുക്കി. ഗോപാലന്മാർ പരിഭ്രമിച്ചു. ഗോപന്മാർ കൃഷ്ണനെ ശരണം പ്രാപിച്ചു. ഇന്ദ്രൻ്റെ യാഗം മുടക്കിയതിനാൽ ഇത് ആ ദുഷ്ടൻ്റെ പ്രതിക്രിയയാണെന്ന് മനസ്സിലാക്കി ഇതിന് പ്രതിവിധി കാണണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ഇന്ദ്രൻ്റെ അഹന്ത നശിപ്പിക്കേണ്ടതാണ്. ഗോകുലം യോഗബലത്താൽ രക്ഷിക്കണം. ഇങ്ങനെ തീരുമാനിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഒറ്റ കൈകൊണ്ട് കുടയെന്ന പോലെ ഉയർത്തിപ്പിടിച്ചു. ഗോപന്മാരെയും പശുക്കളെയും അതിൻ കീഴിലാക്കി സുഖമായി വസിപ്പിനെന്ന് പറഞ്ഞു. ഇത് വീണുപോകില്ല. ഞാൻ ഏറ്റ കാര്യമാണ്. നിങ്ങൾ മഴയെയോ കാറ്റിനെയോ പേടിക്കണ്ട. ഹരിയെ വിശ്വസിച്ച് അവരെല്ലാം 7 ദിവസം അതിൻ കീഴിൽ നിന്നു. ശ്രീകൃഷ്ണൻ്റെ യോഗപ്രഭാവം മനസ്സിലാക്കി ഇന്ദ്രൻ വിസ്മയിച്ചു. മേഘങ്ങളെയെല്ലാം പിൻവലിച്ചു. മഴ നിന്നു. ആകാശം തെളിഞ്ഞു. കൃഷ്ണൻ എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു. എല്ലാവരും പുറത്തിറങ്ങി സാധനങ്ങളും മാറ്റിക്കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പർവ്വതം പതുക്കെ മുമ്പിരുന്നതുപോലെ തന്നെ താഴെ വെച്ചു. കൃഷ്ണനെ സന്തോഷം കൊണ്ട് എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ചു. ബ്രാഹ്മണർ സന്തോഷിച്ചാശിസ് അരുളി. നന്ദനും യശോദയും രോഹിണിയും ബലരാമനും കൃഷ്ണനെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. ദേവന്മാരും ഗന്ധർവന്മാരും പൂക്കൾ വിതറി സ്തോത്രം ചെയ്തു.
ദുന്ദുബി, ശംഖ് എന്നിങ്ങനെയുള്ള വിശിഷ്ടവാദ്യങ്ങൾ അവർ മുഴക്കി ഗാനം ചെയ്തു. അതിനുശേഷം ഗോപസ്ത്രീകളും ഗോപന്മാരും ബാലകരും പശുക്കളുമൊത്ത് ഗോകുലത്തിൽ പോയി. ഗോപസ്ത്രീകൾ കൃഷ്ണൻ്റെ ഗോവർദ്ധനോദ്ധരണ ലീലകൾ ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നു. ദേവേ വർഷതി യജ്ഞവിപ്ലവരുഷാ വജ്രാശ്മവർഷാനിലൈഃ സീതത്പാലപശുസ്ത്രിയാത്മശരണം ദൃഷ്ട്വാനുകമ്പ്യുത്സ്മയൻ ഉത്പാട്യൈകകരേണ ശൈലമബലോ ലീലോച്ഛിലീന്ദ്രം യഥാ ബിഭ്രദ്ഗോഷ്ഠമപാൻ മഹേന്ദ്രമഥപിത് പ്രിയാന്ന ഇന്ദ്രോ ഗവാം. ഒറ്റ കൈയാൽ ഗോവർദ്ധന പർവ്വതം പൊക്കിപ്പിടിച്ചു നിന്ന ഗോകുലം കാത്ത കണ്ണൻ ഞങ്ങളിൽ പ്രസാദിക്കണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ.